सरस्वती व्यासं जयन्ति हे कृष्णा करुणा सिंधु दीनबन्धु जगत्पते गोपेश गोपिका प्रणमामि हरिप्रिये जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृन्दा हरे कृष्ण 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 हरे 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 राम
ഏവർക്കും വൈശാഖ മാസ ആശംസകൾ. ഇനിയും ഒരു 10 ദിവസം 20-ാം തീയതി വരെ വൈശാഖ മാസമുണ്ട്. ആധ്യാത്മികമായി ഭഗവാനോട് ഒരു ഭക്തന് അടുക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു കാലഘട്ടം. ഇവിടെ കുറെ ഭക്തർ സ്ഥിരമായി മംഗളാരതിക്കും മറ്റ് സേവകൾ ചന്ദനമണിക്കാനൊക്കെ കുറച്ചുപേര് വിരലിലെണ്ണാവുന്ന ചില ഭക്തർ സ്ഥിരമായി സേവനം ചെയ്യുന്നുണ്ട്. വൈശാഖ മാസത്തിൽ പ്രത്യേക അനുഗ്രഹങ്ങളുണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ പുരുഷോത്തമ അധിക മാസം അതൊരു കുറച്ച് ദിവസത്തെ ഒരു 3 കൊല്ലം 4 കൊല്ലം കൂടുമ്പോഴാണ് ഈ ഒരു അധിക മാസം വരുന്നത്. അതായത് നമ്മൾ സ്കൂളുകളിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ പഠിച്ചിട്ടുള്ളത് ഒരു വർഷത്തിൽ 12 മാസമുണ്ട്. ഓരോ മാസത്തിലും 30-31 ദിവസങ്ങൾ ഉണ്ടാകും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയാണ്. പക്ഷെ എന്നിരുന്നാലും ഒരു 3-4 കൊല്ലം കൂടുമ്പോൾ നമുക്കൊരു 10-21 ദിവസം അധികമായി ഒരു കാലണ്ടർ. അത് ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു സമ്പ്രദായമില്ല. അത് കാരണം ഇംഗ്ലീഷിൽ കാലങ്ങളും പലപ്പോഴും തെറ്റാണ്. 4 കൊല്ലം കഴിയുമ്പോൾ കൂടുന്ന ഈ ഒരു കാലം, ഇതിനെ പണ്ട് കാലത്ത് ഇതിനെ മലമാസം എന്നാണ് വിളിക്കാറ്, അറിയിക്കാറ്. എന്ന് വെച്ചാൽ മോശമായ ഒരു മാസം. ഈ മാസത്തിൽ വിവാഹം കഴിക്കത്തില്ല, പുതിയ വീട് ഗൃഹപ്രവേശനം നടത്താറില്ല, ശുഭകാര്യങ്ങളൊന്നും നടത്തത്തില്ല. ആ മാസത്തിനെ മലമാസം എന്ന് പറയും. അഴുക്ക് മാസം, വേണ്ടാത്ത മാസം. പിന്നെ ആ മാസം തന്നെ ഭഗവാനെ സമീപിച്ച് എല്ലാവരും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ട്, എന്റെ മാസത്തിൽ എന്റെ കാലഘട്ടത്തിൽ ശുഭകാര്യങ്ങളൊന്നും നടക്കാറില്ല എന്ന് സങ്കടം ബോധ്യപ്പെടുത്തിയപ്പോൾ ആ മാസത്തിന് പുരുഷോത്തമ മാസം എന്ന് പേര് കൊടുത്തു. ഏത് ശുഭകാര്യം ഈ പുരുഷോത്തമ മാസത്തിൽ ചെയ്തു കഴിഞ്ഞാൽ വളരെ വളരെ ഫലപ്രദമാണെന്ന് പറഞ്ഞു. ഭഗവത്ഗീതയിൽ 15-ാം അധ്യായം ഈ മാസത്തിന് വേണ്ടി സമർപ്പണം ചെയ്തു. ഭഗവാൻ ഈ മാസത്തിനെ ആദരിച്ചു. അതുകൊണ്ട് ഭഗവത്ഗീതയിൽ 15-ാം അധ്യായത്തിന്റെ പേര് പുരുഷോത്തമ യോഗം ഈ മാസത്തിന്റെ പേരിലാണ്. അപ്പൊ ഈ പുരുഷോത്തമ മാസം വൈശാഖ മാസം പോലെ തന്നെ സേവനം കൊണ്ട് ഭഗവാനെ സമീപിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു കാലഘട്ടമാണ്. ഈ വരും ദിവസങ്ങളിൽ നമ്മുടെ ശ്രീ വിഷ്ണു ബലരാം ക്ഷേത്രത്തിൽ നൗകാവിഹാർ, ഭഗവാനെ ചെറിയൊരു പടകിൽ വേനൽക്കാലത്ത് ഭഗവാൻ വളരെ ഇഷ്ടപ്പെട്ട ഒരു സേവനമാണ്. എല്ലാ വർഷവും നമ്മൾ നമ്മുടെ പ്രഭാതപുരം സത്സംഗത്തിനടുത്ത് ഒരു പുറത്തിൽ കൃഷ്ണബലരാമിനെ മണിക്കൂറുകളോളം ഇങ്ങനെ ഉല്ലാസയാത്ര, പടകയാത്രയിൽ കൊണ്ടുപോകാറുണ്ട്. പക്ഷെ ഈ നോക്കിക്കോളൂ, കാലത്തിന്റെ ക്രമം മാറുന്നത് കൊണ്ട് ഇപ്പൊ ഇവിടെ മഴയാണ്. വേനൽക്കാലത്തെ ചൂടുകൊണ്ട് തന്നെ മഴയും. പിന്നെ ഈ മാസം മാമ്പഴക്കാലം കൂടെയാണ്. കൃഷ്ണബലരാമന്റെ ശ്രീകോവിൽ മുഴുവൻ ആയിരക്കണക്കിന് മാമ്പഴങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന ഒരു ഉത്സവം കൂടാണ്. ഭഗവാനെ വളരെ സ്വകാര്യമായി സേവനം ചെയ്യുന്ന ഒരു കാലമാണ്. ഇതിൽ കൂടെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. പക്ഷെ മഹാഭാരതത്തിൽ വളരെ മനോഹരമായ ഒരു കാര്യം പറയുന്നത്, ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുമ്പോൾ ആ അനുഗ്രഹത്തിനോടൊപ്പം ഒരു ഉത്തരവാദിത്വം
സുന്ദരമായ ഒരു വാക്കാണ് മഹാഭാരതം പരാമർശിക്കുന്നത്. അനുഗ്രഹം ഒരിക്കലും വെറുതെ ലഭിക്കാറില്ല. അനുഗ്രഹത്തോട് എപ്പോഴും ഒരു ഉത്തരവാദിത്വവും ഉണ്ടാകും. ഈ വെറുതെ ചുറ്റിക്കളിച്ച് നടന്ന ഒരു ആണോ പെണ്ണോ വിവാഹം കഴിച്ചാൽ ഉടനെ നാട്ടുകാർ പറയും, നീ പഴയ പോലെ നടക്കട്ടെ, ഇപ്പൊ നിനക്ക് ഉത്തരവാദിത്വം വേണം എന്ന ഒരു വാക്ക് സ്വാഭാവികമായിട്ടും എല്ലാവരും ഉപയോഗിക്കും. നമ്മളും കേട്ടിട്ടുണ്ട്. പണ്ട് നീ ഒറ്റത്തടിയിനായിരുന്നു വെറുതെ ചുറ്റിക്കൊണ്ടിരുന്നു, നീ തോന്നിയ പോലെയൊക്കെ പോകും, തോന്നിയ സമയത്തൊക്കെ വരും. ഇപ്പൊ നീ ഒരു കുടുംബസ്ഥനാണ്, നിനക്ക് വിവാഹം കഴിഞ്ഞ് ഉത്തരവാദിത്വം വേണം. അപ്പൊ അവിടെ ഉത്തരവാദിത്വം എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നീ ഒറ്റയ്ക്കല്ല, ഇനിയൊരു വ്യക്തിയുടെ ജീവിതം കൂടെ നിന്റെ സംരക്ഷണത്തിലാണ്, ഭാര്യയുടെ ജീവിതം നിന്റെ സംരക്ഷണത്തിലാണ്, കുഞ്ഞുങ്ങളുടെ ജീവിതം നിന്റെ സംരക്ഷണത്തിലാണ്. ഉത്തരവാദിത്വം ഇതൊരു സാധാരണ വാക്കായിരുന്നാൽ പോലും കൃഷ്ണഭക്തിയിൽ ഒരാൾ വരുമ്പോ, ഭക്തനായി കഴിയുമ്പോ അയാൾക്ക് സാമൂഹിക തലത്തിൽ സമൂഹത്തിൽ ഒരു ഉത്തരവാദിത്വമുണ്ട്. കാരണം ഇപ്പൊ ആ മനുഷ്യൻ സാധാരണ വ്യക്തിയല്ല, ലോകം അയാളെ കാണുന്നത് ഒരു ഭക്തനായിട്ടാണ്, ഒരു പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയായിട്ടാണ്, പ്രഭുപാദരുടെ അനുയായിയായിട്ടാണ് കാണുന്നത്. നമ്മൾ അറിയാതെ തന്നെ നമുക്കൊരു ഉത്തരവാദിത്വം നമ്മൾ ഭക്തനാകുമ്പോൾ, അപ്പൊ നമ്മൾ അവിടെ തെറ്റ് ചെയ്യുമ്പോ നാട്ടുകാർ അയാളെ മാത്രമല്ല കുറ്റം പറയുന്നത്, നിനക്ക് അമ്പലത്തിൽ ഇതാണോ പഠിപ്പിക്കുന്നത്, നീ ഒരു കൃഷ്ണഭക്തനായിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളാമോ എന്ന് നമ്മളെ കുറ്റപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഈ സമൂഹം ആ പ്രസ്ഥാനത്തിനെയും ചേർത്ത് കുറ്റപ്പെടുത്തും. ശരിയല്ലേ? ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ ഉയരുന്തോറും നമ്മൾ അറിയാതെ നമ്മുടെ മീതെ ഒരു ഉത്തരവാദിത്വം നമ്മുടെ മീതെ സമൂഹം കയറ്റി. ചിലപ്പോൾ നമുക്കതൊരു വലിയ അത്ഭുതമായിരിക്കും. ഇതിൽ ഞാൻ എന്താ ചെയ്യുന്നത്, എന്റെ പങ്കെന്താണ്, എന്റെ തെറ്റെന്താണ്, അതിനകത്ത് ഒന്നും ഇല്ലല്ലോ എന്ന് നമ്മൾ ചിന്തിച്ച് അത്ഭുതപ്പെടും. പക്ഷേ ആ ഒരു തലത്തിൽ വരുമ്പോൾ നമുക്കൊരു ഉത്തരവാദിത്വ ഭാരമില്ലാതെ ഈ ഭൗതിക ലോകത്തിൽ ഒരു അനുഗ്രഹവും വെറുതെ കിട്ടുന്നു. Every blessing comes with a responsibility. നമ്മൾ അറിയാതെ കൃഷ്ണഭക്തിയിൽ വന്ന് നമ്മൾ നയിക്കുന്ന ജീവിതം നമുക്ക് വേണ്ടി മാത്രമല്ല, എന്റെ ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങൾ, അവർക്കും അതിനകത്ത് പങ്കുണ്ട്. അവർക്കും വേണ്ടിയാണ് ഞാൻ ഒരു മാതൃകാപരമായി ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ജീവിതം നയിക്കേണ്ടത്. പിന്നെ സമൂഹത്തിൽ എനിക്കൊരു ഉത്തരവാദിത്വം. ഇത് മനസ്സിലാക്കുന്നത് നമ്മൾ മഹാഭാരതത്തിൽ അശ്വത്ഥാമ എന്ന ഒരു കഥാപാത്രത്തിൽ നിന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അശ്വത്ഥാമ ആരാണ്? ദ്രോണാചാര്യരുടെ വളരെ വളരെ ഒരു ദരിദ്ര അവസ്ഥയിലായിരുന്നു ദ്രോണാചാര്യർ. ഒരു സാധു ബ്രാഹ്മണൻ, ഒരു അധ്യാപകൻ, അസ്ത്രശസ്ത്രങ്ങളെല്ലാം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ. പക്ഷേ ശമ്പളം പറഞ്ഞു വാങ്ങാൻ അറിയില്ല. തന്റെ ഒരു ബാല്യകാല സുഹൃത്തായ ചക്രവർത്തി രക്ഷിക്കും എന്ന് വിശ്വസിച്ച് ആ ചതിയിൽ കുടുങ്ങിയ ഒരു വ്യക്തിയാണ് ദരിദ്രനാണ് ദ്രോണാചാര്യർ. ജീവിക്കാൻ നിവർത്തിയില്ല. തന്റെ കുഞ്ഞ് അശ്വത്ഥാമ പാല് ചോദിച്ച് കരയുന്ന സമയത്ത് ഈ മാവ്, മണ്ണ് ഇതെല്ലാം ഇട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് പാലാണെന്ന് പറഞ്ഞ് കുട്ടിയെ പറ്റിച്ചു കൊടുക്കും. അത്രയ്ക്കും ഒരു ദരിദ്രാവസ്ഥയിലായിരുന്നു.
ആര്? അശ്വത്ഥാമ. രണ്ടുപേരും അച്ഛൻ മകൻ. കുഞ്ഞു ബാലെന്ന് വിചാരിച്ച് കുറിച്ചത് പലപ്പോഴും മാവായിരിക്കും, അല്ലെങ്കിൽ വളരെ നൈസായിട്ടുള്ള മണ്ണ് വെള്ളത്തിൽ കലക്കി കുടിക്കുന്നു. അങ്ങനെയൊക്കെ ഒരു ദരിദ്രാവസ്ഥയിലായിരുന്നു ദ്രോണാചാര്യ. പിന്നെ പാണ്ഡവരുടെ ഗുരുവായതിനു ശേഷമാണ് ദ്രോണാചാര്യർക്ക് ഒരു നല്ല ഒരു ജീവിതം ലഭിച്ചത്. അപ്പോ അർജുനനെ ദ്രോണാചാര്യ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. എല്ലാ രീതിയിലും അർജുനൻ വന്നിട്ട് വളരെയധികം വിദ്യ അഭ്യസിച്ച് ഒരു മഹാനായ ധീരനായ യോദ്ധാവാണ്. എല്ലാ ക്യാരക്ടർ കൊണ്ടും അർജുനൻ തിളങ്ങി നിന്നു. അപ്പൊ ദ്രോണാചാര്യർക്ക് സന്തോഷം തോന്നി. ഇതിൽ പരം ഉയർന്ന ഒരു ശിഷ്യൻ എനിക്ക് ലഭിക്കില്ല, ശിഷ്യന്മാരിൽ വെച്ച് ശ്രേഷ്ഠനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് താൻ കാത്തു സൂക്ഷിച്ചു വെച്ച രഹസ്യമായ ബ്രഹ്മാസ്ത്രം അർജുനന് കൊടുത്തു. അർജുനന് കൊടുത്തപ്പോൾ അതിന്റെ കൂടെ കുറെ കണ്ടീഷനും ഉണ്ടായിരുന്നു. ദ്രോണാചാര്യർ പറഞ്ഞു, ആയുധം ഇല്ലാതെ നിരായുധപാണിയായി നിൽക്കുന്ന ആളുടെ മീതെ ഉപയോഗിക്കരുത്, പാമരന്മാരുടെ മീതെ ഉപയോഗിക്കരുത്, സാധുക്കളുടെ മീതെ നീ ഉപയോഗിക്കരുത്. ഇത് ഉപയോഗിക്കുമ്പോൾ നിന്റെ ശത്രു മാപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ നീ തിരിച്ചെടുക്കണം. അങ്ങനെ ഒരുപാട് കണ്ടീഷനും പറഞ്ഞാൽ അത്രയും ഉയർന്ന ഒരു അസ്ത്രമാണ് ഇത്. ഏത്? ബ്രഹ്മാസ്ത്രം. ഒരുപാട് കണ്ടീഷനും പറഞ്ഞിട്ടാണ്. അപ്പൊ അർജുനൻ ചോദിച്ചു, എന്താ ഇത്ര നിബന്ധന? നീ ജീവിതത്തിൽ മേലെ മേലെ ഉയരുന്തോറും സമൂഹത്തിന്റെ അടുത്ത് നിനക്ക് ഒരു കടപ്പാട്. ഈ ഇടയ്ക്ക് ഒരു യാത്ര, തീർത്ഥയാത്ര പോയപ്പോ ഭക്തന്മാരെല്ലാം വെള്ളവും ജ്യൂസും എല്ലാം കുടിച്ചിട്ട് എല്ലാവരും ആ പ്ലാസ്റ്റിക് കൂപ്പിയെടുത്ത് ഇങ്ങനെ റോഡിന്റെ സൈഡിൽ എല്ലാം കഴിച്ചു. സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു പ്രവൃത്തി തന്നെയാണ്. ഒരു ഫെസ്റ്റിവൽ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഉത്സവം കഴിഞ്ഞാൽ നമ്മുടെ പറമ്പിലും ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം പ്ലാസ്റ്റിക് കപ്പും പേപ്പറും പ്ലേറ്റും. അപ്പൊ ഒരു ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ സന്യാസി പറഞ്ഞു, ഇതും കൃഷ്ണാവബോധമാണ്. ഒരു ഭക്തൻ ചോദിച്ചു സന്യാസി എടുത്ത്, ഞാൻ സമ്മതിക്കുന്നു, നാട് വൃത്തിയാക്കി വീട് വൃത്തിയാക്കി വെക്കേണ്ടത് നല്ലതാണെന്ന് ഞാൻ സമ്മതിക്കുന്നു, പക്ഷേ ഇത് എങ്ങനെ കൃഷ്ണാവബോധമാകും എന്ന് ചോദിച്ചു. അപ്പോ മഹാരാജ് പറഞ്ഞു, ഒരു കൃഷ്ണഭക്തൻ ചെയ്യുന്നതും ചെയ്യാത്തതും നാളത്തെ നിയമങ്ങളായി മാറും. നമ്മൾ ചെയ്യുന്നതും നിയമമായി മാറും. അത് കണ്ട് ജനങ്ങൾ അത് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ അതും ഒരു നിയമമായി മാറി ആൾക്കാർ അതും. ഉദാഹരണം, നമ്മൾ സത്സംഗത്തിന് വരുന്നു, ഞായറാഴ്ച അമ്പലത്തിൽ വരുന്നു, സത്സംഗത്തിൽ നമ്മളെല്ലാവരും ഗോപീചന്ദ്രൻ ഭഗവാന്റെ പാദം തിലകം നെറ്റിയിലിട്ടാൽ നമ്മളെ കണ്ട് എല്ലാവരും. അതേ ഒരു ഭക്തൻ ഇട്ടില്ലെങ്കിൽ ആ ചെയ്യാത്തതും ഒരു മാതൃകയായിട്ട് കുറെ പേര് ഇടില്ല. ചോദിച്ചാല് അയാൾക്ക്. അപ്പൊ നമ്മൾ ചെയ്യുന്നതും ഒരു മാതൃകയാകും, നമ്മൾ ചെയ്യാത്തതും ഒരു മാതൃകയാകും. അച്ഛനമ്മയെ സംരക്ഷിക്കുന്നതും സേവിക്കുന്നതും, ഭാര്യ ഭർത്താവ് കുഞ്ഞുങ്ങൾ സന്തോഷത്തോട് കുടുംബം നയിച്ചു കൊണ്ടുപോകുന്നത്, റോഡിൽ ചമറുന്നത്, അതെല്ലാം പോയിട്ട്
നമ്മളെ ഒരാൾ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്തു കഴിഞ്ഞാൽ ചിരിയോടെ തിരിച്ചു ഒരു ഹരേ കൃഷ്ണ പറയുന്നത് പോലും ഒരു സേവനമാണ്. പലപ്പോഴും നമ്മൾ അനുഭവപ്പെടുന്ന ഒരു വിഷയം, ചില ഭക്തർക്ക് കമ്മ്യൂണിക്കേഷനിൽ വളരെ വളരെ മോശമാണ്. നമ്മളൊരു മെസ്സേജ് അയച്ചാൽ ചിലപ്പോൾ മറുപടി പോലും കിട്ടില്ല. പ്രഭുപാദ് പറഞ്ഞു, ടെലിഫോൺ ആൻഡ് അന്ന് കാലത്ത് ടെലിഫോണാണ്, അന്ന് ഈ മൊബൈൽ ഫോൺ, പ്രഭുപാദന്റെ കാലത്ത് മൊബൈൽ ഫോൺ വന്നു. ടെലിഫോൺ റിംഗ് ചെയ്യുമ്പോൾ എടുത്ത് ആൻസർ പറയുന്നത് പോലും ഒരു ജെന്റിൽമാൻഷിപ്പാണ്. നിങ്ങൾക്കൊരു ലെറ്റർ വന്നു കഴിഞ്ഞാൽ അതിന് മറുപടി, കാരണം അന്നൊക്കെ ലെറ്ററാണ് പോസ്റ്റിൽ, അതിനൊരു മറുപടി അയക്കുന്നത് പോലും ഒരു മാതൃകയാണ്. അപ്പൊ അശ്വത്ഥാമയ്ക്ക് വെറുതെ അല്ല കൊടുത്തത്, അർജുനന് വെറുതെ അല്ല ഈ ബ്രഹ്മാസ്ത്രം കൊടുത്തത്, ഒരുപാട് കണ്ടീഷൻ പറഞ്ഞിട്ടാണ് ബ്രഹ്മാസ്ത്രം കൊടുത്തത്. ഉടനെ ഇത് കണ്ടപ്പോ വല്ലാത്തൊരു അസൂയയായി. ആർക്കാണ് അസൂയായത്? അശ്വത്ഥാമ. അച്ഛൻ എനിക്ക് തരാതെ അർജുനന് കൊടുത്തല്ലോ. ഇപ്പൊ അർജുനന് കൊടുക്കാതെ ഇരുന്നെങ്കിൽ അശ്വത്ഥാമന് കുഴപ്പമില്ല. അപ്പൊ ചെന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, അശ്വത്ഥാമ, നിനക്ക് യോഗ്യതയില്ല. ഇത്രയും ദിവ്യമായ ഒരു അനുഗ്രഹം കൈകാര്യം ചെയ്യാനുള്ള യോഗ്യത നിനക്കില്ല. അശ്വത്ഥാമ നിർത്താൻ സംസാരിച്ചുകൊണ്ടിരുന്നു. അതങ്ങനെയല്ല, ഇതിങ്ങനെയല്ല, ഇതങ്ങനെയല്ല, ഇതങ്ങനെയല്ല. മഹാഭാരതത്തിൽ സുന്ദരമായ ഒരു ഗുണപാഠം അവിടെ വരുന്നുണ്ട്. നല്ല ഒരു ഭക്തൻ പ്രസംഗിക്കുന്നതിനേക്കാളും അധികം കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു നല്ല ഭക്തൻ സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ എന്ത് ചെയ്യണം? മറ്റുള്ളവർ സംസാരിക്കുന്നത് കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. കുറെ നേരം ദ്രോണാചാര്യൻ വെറുതെ ഇരുന്നു. അശ്വത്ഥാമ പറയാനുള്ളതെല്ലാം എന്തൊക്കെയോ ന്യായം എന്ന് പറഞ്ഞു. അവസാനം ദ്രോണാചാര്യർ പറഞ്ഞു, അത് കൈകാര്യം ചെയ്യാനുള്ള പക്വത കിട്ടി. ഭാഗവതത്തിൽ പ്രഭുപാദർ അവിടെ വ്യാഖ്യാനം എഴുതുന്നുണ്ട്. ഇതാണ് കലിയുഗത്തിന്റെ അവസ്ഥ. യോഗ്യതയില്ലാത്ത ആൾക്കാർക്ക് എല്ലാവർക്കും ആ ഒരു അധികാരം കിട്ടിപ്പോകും. അത് രാജ്യത്തിന്റെ ഭരണകൂടമാകട്ടെ, അധ്യാപകനാകട്ടെ, ഒരു ഡോക്ടറാകട്ടെ, ഒരു സമൂഹത്തിലുള്ള കുട്ടി നേതാക്കന്മാരാകട്ടെ, അല്ലെങ്കിൽ ഒരു കുടുംബം നയിക്കുന്ന ഒരു വ്യക്തിയാകട്ടെ, നാഥനാകട്ടെ, യോഗ്യതയില്ലാതെ ഈ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇതിനൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയില്ല. പണ്ടൊരാൾ വിവാഹം കഴിക്കുമെങ്കിൽ അദ്ദേഹം ഗുരുകുലത്തിൽ ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് കഠിനമായ വിദ്യാഭ്യാസം, ശിക്ഷയൊക്കെ അനുഷ്ഠിച്ചതിന് ശേഷം വിവാഹ ജീവിതത്തിൽ അദ്ദേഹം കാലെടുത്ത് വെച്ചു. അപ്പോൾ കുടുംബം എന്ന് പറഞ്ഞു വന്നുകൂടിയ മറ്റു വ്യക്തിത്വങ്ങളെ കൈകാര്യം ചെയ്യുന്ന പക്വത അയാൾക്കുണ്ടാകും. എല്ലാ അനുഗ്രഹത്തോടും ഒരു ഉത്തരവാദിത്വം അത് നിനക്കില്ല. ദ്രോണാചാര്യ അശ്വത്ഥാമാവിനോട് പറഞ്ഞു. അശ്വത്ഥാമ വിട്ടില്ല, ശാഠ്യം പിടിച്ചു, നിർബന്ധിച്ചു. പുത്രവാത്സല്യം കൊണ്ട് മകനെടുത്തുണ്ടായിരുന്ന അന്ധമായ സ്നേഹം കൊണ്ട് ദ്രോണാചാര്യ അശ്വത്ഥാമാവിന് ബ്രഹ്മാസ്ത്രം കൊടുത്തു. എന്നിട്ടും അശ്വത്ഥാമ പകുതി വിദ്യയാണ് അഭ്യസിച്ചത്. എങ്ങനെ? ഈ അസ്ത്രം അയക്കാനറിയാം, പക്ഷെ തിരിച്ചെടുക്കാനറിയില്ല. അത് പഠിക്കാനൊന്നും കൂട്ടാക്കിയില്ല അശ്വത്ഥാമ. അതിനുള്ള തപശ്ചര്യയുമില്ല. ദ്രോണാചാര്യന്റെ പുത്രനാണ് എന്നുള്ള ഒരേ ഒരു കാരണം കൊണ്ട് യുദ്ധത്തിൽ അദ്ദേഹത്തിന് ഒരു മഹാരഥി, അതിരഥി എന്നൊരു സ്ഥാനവും കിട്ടി. ഒരു ഭക്തൻ നിരന്തരം പ്രഭുപാദർക്ക് പ്രസ്ഥാനത്തിനെ കുറിച്ച് പരാതികൾ പറഞ്ഞ് കത്തയക്കുന്നു. ശ്രീ കൃഷ്ണ
നിരന്തരം പരാതികൾ പറഞ്ഞു പ്രഭുപാദത്തിന് അയക്കുമായിരുന്നു ഭക്തൻ. സോ പ്രഭുപാദ പറഞ്ഞു, പ്രസ്ഥാനത്തിൽ 2 ഓപ്ഷനുണ്ട്. either you lead or you follow. പ്രഭുപാദ ഉപയോഗിച്ച വാക്കുകളാണ്. 2 മാർഗമേ ഉള്ളൂ. ഒന്നാ നയിക്കുക, അല്ലെങ്കിൽ നയിക്കുന്നവൻ കുഴപ്പക്കാരനാണെങ്കിലും അയാളുടെ പ്ലസ്. നയിക്കുകയുമില്ല, സഹകരിക്കുകയുമില്ല, വെറും വിമർശകനായിരിക്കുന്ന ആൾക്ക് ഭക്തിയിൽ ഉയരാൻ സാധിക്കും. either you lead or you follow. യോഗ്യതയില്ലാത്ത നേതാവായ ഒരു വ്യക്തിയാണ് അശ്വത്ഥാമ. എങ്ങനെയെങ്കിലും തന്റെ ഗുരു, തന്റെ നേതാവായ ദുര്യോധനനെ പ്രീതിപ്പെടുത്താം. 12ാം ദിവസം വരെയും മഹാഭാരത യുദ്ധത്തില് അശ്വത്ഥാമാവിന് സ്ഥാനമേ ഇല്ലായി. 10 ദിവസം ഭീഷ്മരായിരുന്നു സേനാനായകൻ, അത് കഴിഞ്ഞ് ദ്രോണാചാര്യരായി, അത് കഴിഞ്ഞ് കർണനായി. ഉള്ളവരെല്ലാം പോയപ്പോ വേറെ നിവൃത്തിയില്ലാതെ അശ്വത്ഥാമാവിനെ സേനാനായകനായി. അപ്പൊ എങ്ങനെയെങ്കിലും ഇവരെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അശ്വത്ഥാമ ബ്രഹ്മാസ്ത്രം അയച്ചു. അതായത് അതിന്റെ നിയമം തന്നെ അത്രയ്ക്കും ഒരു ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കണം. ഒരു വ്യക്തിയുടെ സ്വകാര്യമായ അഹങ്കാരം പ്രീതിപ്പെടുത്താൻ വേണ്ടി ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കാൻ പാടില്ല. നല്ല ഒരു മാനേജ്മെന്റ് ലെസൺ ആണ്, ഒരു പഠനമാണ് മഹാഭാരതത്തിൽ അവിടെ പറയുന്നത്. എനിക്കൊരു പവർ, ഒരു സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം, അല്ലാതെ സ്വന്തം അഹങ്കാരം പ്രീതിപ്പെടുത്താൻ വേണ്ടി അത് ഉപയോഗിക്കണം. നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ നല്ലോണം വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാവും, പലപ്പോഴും നമ്മുടെ സ്ഥാനത്തിന് എന്റെ അഹങ്കാരം പ്രീതിപ്പെടുത്താൻ വേണ്ടി ഞാൻ ഉപയോഗിക്കും. ആ സമയത്ത് വെളിയിൽ വരുന്ന വാക്കുകളാണ്, എന്നെ പഠിപ്പിക്കാൻ അത്രയ്ക്ക് നീ ആയോ, ഞാൻ പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാൽ മതി, നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട. ഈ വാക്കുകളൊക്കെ എപ്പോഴാണ് ഒരു വ്യക്തി ഉപയോഗിക്കുന്നത്? അവന് ലഭിച്ചിട്ടുള്ള പവറിനെ സ്വന്തം അഹങ്കാര പ്രീതിക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുമ്പോഴാണ് ഇത്തരം വാക്കുകൾ വരുന്നത്. ചിലപ്പോൾ ഇത് നമ്മുടെ കുടുംബത്തിലും സംഭവിക്കാം. ഇത്തരം വാക്കുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടോ? നമ്മുടെ വീടുകളിലോ ജോലി സ്ഥലത്തോ? ഞാൻ പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാണ്, എന്നെ പഠിപ്പിക്കാൻ വരണ്ട, ഞാനാണോ ഇവിടുത്തെ നാടൻ, നീയാണോ നാടൻ. ഇത്തരം വാക്കുകൾ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? 3 പേര്, 4, 5. പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കേണ്ട അവസ്ഥ. ഒരു ന്യായം സംസാരിച്ച് ജയിക്കാൻ പറ്റാതെ മുടങ്ങുന്ന നേരത്ത് ഞാൻ എന്റെ ബലം പറയും. ഇതെല്ലാം മുൻകൂട്ടി കണ്ടിട്ടാണ് അശ്വത്ഥാമാവിന് യോഗ്യതയില്ല എന്ന് പറഞ്ഞ് ബ്രഹ്മാസ്ത്രം കൊടുക്കാതെ ഇരുന്നത്. തോൽക്കും, ഇനി ജയിക്കാൻ യാതൊരു നിവർത്തിയുമില്ല. തന്റെ നേതാവായ ദുര്യോധനനെ പ്രീതിപ്പെടുത്തുകയും വേണം. അപ്പോ നിവർത്തിയില്ലാതെ ഈ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചു. അതും ഭഗവാൻ പറഞ്ഞു, അശ്വത്ഥാമ, നീ എന്ത് മണ്ടത്തരമാ ചെയ്യുന്നത്? നമ്മൾ ഒരാളെ സാക്ഷിക്കുക, വഴക്ക് പറയുക, അവന്റെ ഗുണത്തിൽ എനിക്ക് പങ്കുണ്ടെങ്കിൽ മാത്രമേ അവന്റെ കുറ്റം കണ്ടുപിടിക്കാനുള്ള അധികാരവും അവന്റെ നന്മയും
അവന്റെ പുരോഗമനത്തിൽ ഞാൻ എന്തെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം എനിക്ക് അവനെ കുറ്റം പറയാനുള്ള യോഗ്യതയുണ്ട്. അവന്റെ നന്മയിലോ അവന്റെ പുരോഗമനത്തിലോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എന്നാൽ അവനെ കുറ്റപ്പെടുത്താനുള്ള അധികാരവും ഒരാളുടെ കണ്ണീര് കുറച്ച കയ്യിന് മാത്രമേ അവനെ അടിക്കാനുള്ള അധികാരം. അശ്വത്ഥാമ ബ്രഹ്മാസ്ത്രം അയച്ചു, തിരിച്ചെടുക്കാനായില്ല. ഭഗവാൻ അർജുനന്റെ അടുത്തത് തിരിച്ചെടുക്കാൻ. ഈ അശ്വത്ഥാമ എങ്ങനെയെങ്കിലും ദുര്യോധനനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, ദുര്യോധനനാകട്ടെ കുരുക്ഷേത്രത്തിൽ ഒരു കുളത്തിന്റെ കടലിൽ അല്ലെങ്കിൽ കുളത്തിന്റെ വെള്ളത്തിനകത്ത് അരയ്ക്ക് താഴെയുള്ള എല്ലെല്ലാം കഷ്ണം കഷ്ണമായി പൊട്ടി എണീറ്റ് നടക്കാൻ പറ്റാതെ, നിൽക്കാൻ പറ്റാതെ എല്ലുകളെല്ലാം പൊട്ടി എഴഞ്ഞ് മരണത്തിനെയും കാത്തു കിടക്കുന്ന ഒരു ദയനീയ അവസ്ഥയായിരുന്നു അദ്ദേഹത്തിന്റെ. ആരുടെ? ദുര്യോധനന്റെ. അരയ്ക്ക് താഴെയുള്ള എല്ലുകളെല്ലാം പൊട്ടി. ഭഗവാൻ കൊല്ലാണ്ടായെന്ന് ചിന്തിച്ചു. ഈ നരകവേദനയാണ് നിനക്ക് കിട്ടിയ ശിക്ഷ. മനഃപൂർവം അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ ദ്രോഹിക്കുക എന്ന് പറയുന്ന പാപത്തിന് ശിക്ഷ. അറിയാതെ നമ്മൾ എത്രയോ പേരെ ദ്രോഹിച്ചിട്ടുണ്ടാവും, വേദനിപ്പിച്ചിട്ടുണ്ടാവും, തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ വേണമെന്ന് മനഃപൂർവ്വം മറ്റുള്ളവരെ ദ്രോഹിക്കുക, വേദനിപ്പിക്കുക, അവരെ സമ്പത്തിനെ പിടിച്ചു പറിക്കുക, കാട്ടിലേക്ക് പറഞ്ഞു വിടുക, ഉറങ്ങിക്കിടക്കുമ്പോൾ അവരെ വീട്ടിലേക്ക് തീ വെക്കുക, മഹാക്രൂരതയാണ് ദുര്യോധനൻ ചെയ്തത്. അതുകൊണ്ട് മരണം വരെ നരകിച്ച് യാതനകൾ അനുഭവിക്കട്ടെ എന്ന് ഭഗവാൻ വിട്ടിട്ടുണ്ട്. ആ കിടക്കുന്ന ദയനീയ അവസ്ഥയിൽ കിടക്കുന്ന ദുര്യോധനനെ പ്രീതിപ്പെടുത്തണം എന്നുള്ള ഒറ്റ ലക്ഷ്യമായിരുന്നു അശ്വത്ഥാമാവിന്റെ. പാണ്ഡവരെ കൊല്ലാൻ യുദ്ധമെല്ലാം കഴിഞ്ഞു, പാണ്ഡവരെ കൊല്ലാൻ ചെന്നു. പക്ഷെ ഭഗവാൻ പാണ്ഡവരെ രക്ഷിക്കാൻ വേണ്ടി ചെറിയൊരു കള്ളക്കാരണവും പറഞ്ഞ്, ഇന്ന് നിങ്ങൾ ഈ കൊട്ടാരത്തിൽ ഉറങ്ങരുത്, നിങ്ങൾ യുദ്ധം കഴിഞ്ഞവരല്ലേ, ഭൂമിദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് വേണം, ദേവഗണങ്ങളുടെ അനുഗ്രഹം വേണമെന്ന് പറഞ്ഞ് ഈ പാണ്ഡവരെ എല്ലാം കൃഷ്ണ ഭഗവാൻ വിളിച്ചുകൊണ്ടുപോയി കാട്ടിലൊരു മരത്തിന്റെ ചൂട്ടി കിടക്കുക ഭഗവാനായി. അപ്പൊ അന്ന് പാണ്ഡവർ ഉറങ്ങിക്കിടന്ന സ്ഥലത്തിൽ, ഉറങ്ങേണ്ട സ്ഥലത്തിൽ ഉറങ്ങിയത് ദ്രൗപദിയുടെ 5 ബാലന്മാരാണ്. പാണ്ഡവരാണെന്ന് വിചാരിച്ച് അശ്വത്ഥാമ ആ ടെന്റിനകത്ത് കയറി ദ്രൗപദിയുടെ മക്കളാ ഉറങ്ങിക്കുന്നത്. പാണ്ഡവരെ കാണാത്ത നിരാശ, ദേഷ്യം, തന്റെ നേതാവിനെ പ്രീതിപ്പെടുത്തണം എന്നുള്ള ത്വര, ഇതെല്ലാം കൊണ്ട് തന്റെ അരയിലുണ്ടായിരുന്ന ഉടവാളും എടുത്ത് ഈ 5 ദ്രൗപദിയുടെ 5 കുഞ്ഞുങ്ങളെയും കഷ്ണമായി അരിഞ്ഞു പോയി തീയിട്ടു. ദേഹം മുഴുവനും ഭസ്മമായി. തന്റെ നേതാവായ ദുര്യോധനന് കാണിക്കാൻ വേണ്ടി 5 ബാലന്മാരുടെ തലയും കയ്യിലെടുത്തു. പക്ഷെ അതെല്ലാം കരിഞ്ഞിരിക്കുകയാണ്. ഈ 5 തലയും കൊണ്ടുപോയി അവിടെ കുളക്കടവിൽ കിടക്കുന്ന ദുര്യോധനന്റെ അടുത്ത് പറഞ്ഞു, ദുര്യോധന, ഞാൻ പാണ്ഡവരെ വധിച്ചു. അശ്വത്ഥാമൻ നന്നായിട്ട് അറിയാവുന്ന പാണ്ഡവരല്ല. പക്ഷേ ദുര്യോധനന് എണിക്കാൻ പറ്റൂല, അതുകൊണ്ട് ഒന്നും അറിയില്ല, സന്തോഷവാനാകും എന്ന് വിചാരിച്ചുകൊണ്ട് കള്ളം പറഞ്ഞു. ഒരു നിമിഷം ദുര്യോധനൻ സന്തോഷവാനായി, പാണ്ഡവർ മരിച്ചു എന്ന് കേട്ടത്. പിന്നെ ദുര്യോധനൻ ആലോചിച്ചു, കർണനെ കൊണ്ടോ ഭീഷ്മരെ കൊണ്ടോ ദ്രോണാചാര്യരെ കൊണ്ടോ കൃപാചാര്യരെ കൊണ്ടോ തോൽപ്പിക്കാൻ പറ്റാത്ത ഈ പാണ്ഡവരെയാണ് ഈ അശ്വത്ഥാമ കൊന്നത്. സാധ്യമേ അല്ല. നല്ലോണം ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് 5 തലയും പാണ്ഡവരുടെ അല്ല, പാണ്ഡവരുടെ മക്കളാണ്. ഈ ബാലന്മാർ നിസ്സഹായ, ഒരു തെറ്റും ചെയ്യാത്ത നിഷ്കളങ്കരായ ബാലന്മാരെ കൊന്ന് അശ്വത്ഥാമാവിന്റെ ദുര്യോധനന് പോലും ഒരു ദേഷ്യം തോന്നി. ഇത്ര നീചനായി പോയി. അവിടെ പാണ്ഡവരറിഞ്ഞു കുഞ്ഞുങ്ങളെ വധിച്ചത്. ഭീമനുണ്ടായ ദേഷ്യം, അർജുനനുണ്ടായ ദേഷ്യം, ആ നിമിഷം തന്നെ ദുര്യോധനനെ അശ്വത്ഥാമാവിനെ വധിക്കാൻ ഭീമാർജുനന്മാർ തയ്യാറായി.
ദ്രൗപദി പറഞ്ഞു, 5 കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട് ഞാൻ വിലപിക്കുകയാണ്. പക്ഷെ അശ്വത്ഥാമാവിന്റെ അമ്മയായ കൃപാചാര്യരുടെ സഹോദരി ഒരേ ഒരു ആൺപുത്രൻ, സന്താനമുള്ള അമ്മയാണ്. ആ സ്ത്രീ എന്തുമാത്രം വേദനിക്കും. അതുകൊണ്ട് എനിക്ക് ആ വ്യക്തിയെ കൊല്ലണ്ട, മാപ്പ. ഭഗവാൻ വരെ അത്ഭുതപ്പെട്ടു. ദ്രൗപദി നീ ആലോചിച്ചാണോ പറയുന്നത്? ദ്രൗപദി പറഞ്ഞു, ക്ഷമിക്കാം. അപ്പൊ ഭഗവാൻ ദ്രൗപദി അടുത്ത് ഒരു ചോദ്യം ചോദിച്ചു. എന്നാൽ ദ്രൗപദി, അന്ന് ദുശാസനെയും ഇതുപോലെ ക്ഷമിക്കാമായിരുന്നല്ലോ. ദ്രൗപദിക്ക് വാക്കുകളില്ല, മറുപടിയില്ല. ഇന്ന് ക്ഷമിക്കാനുള്ള ഒരു പക്വത ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഭഗവാൻ പറഞ്ഞു, അവൻ ചെയ്തത് മഹാപാപമാണ്. ശരി, ദ്രൗപദി പറഞ്ഞതുപോലെ കൊല്ലണ്ട, പക്ഷേ അതിന് തുല്യമായ ഒരു ശിക്ഷ കൊടുക്കണം. അങ്ങനെ ഇവർ ചെന്ന് അശ്വത്ഥാമാവിനെ ബന്ധിച്ചു കൊണ്ടുവന്നു. അശ്വത്ഥാമാവിന്റെ നെറ്റിയിൽ ഒരു മണി ഉണ്ടായിരുന്നു, ചൂടാമണി. ആ മണി കാരണം അശ്വത്ഥാമാവിന് ക്ഷീണമില്ല, അദ്ദേഹത്തിന് വാർദ്ധക്യം ബാധിക്കില്ല, യുവത്വം, രോഗമുണ്ടാവില്ല, ക്ഷീണമുണ്ടാവില്ല, വാർദ്ധക്യം. അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയ മണിയാണ് ആ മണി അശ്വത്ഥാമാവിന്റെ തലയിലുണ്ടായത്. അർജുനൻ ആ മണിയെ പിടിതെടുത്തു. അത് എടുത്ത നിമിഷം അശ്വത്ഥാമാവിന് കുഷ്ഠരോഗം, ത്വക്കുരോഗം, ക്ഷയരോഗം, ഈ നെറ്റിയിലുള്ള ഉണങ്ങാത്ത മുറിവ്, അതിൽ കൂടെ ചോരയിൽ പഴുപ്പ്. ഭഗവാൻ പറഞ്ഞു, നീ ഭൂമി ഉള്ളിടത്തോളം കാലം ഇങ്ങനെ നരകിച്ച് നീ ചെയ്തത് അത്രയും വലിയ പാപമാണ്. അതായത് നാമജപം ചെയ്യുന്ന ഭക്തരുടെ ഹൃദയത്തിൽ വേദന ഉണ്ടാക്കുന്ന പോലെ പ്രവർത്തിക്കുക. ഭഗവാൻ പോലും മാപ്പ് തരാത്തതാണ്. ഭഗവാൻ തന്നെ ശപിച്ചു, നിന്റെ വ്രണം ഭൂമിയുള്ളിടത്തോളം കാലം നിന്റെ വ്രണം മാറുകയില്ല. ഈ യോഗിയായി ഹിമാലയത്തിൽ അലഞ്ഞു നടക്കും. ഇന്നും ഹിമാലയത്തിൽ അശ്വത്ഥാമ അലഞ്ഞു നടക്കുന്നതായിട്ടാണ് പുരാണങ്ങൾ പറയുന്നത്. എത്ര വലിയ ശിക്ഷയാണ് അശ്വത്ഥാമാവിനുണ്ട്. കാരണം തനിക്ക് ഉണ്ടായ ഒരു അനുഗ്രഹം അതിനെ കൈകാര്യം ചെയ്യാൻ അറിയാത്ത ഒരു നേതാവായിരുന്നു അശ്വത്ഥാമ. അത് കഴിഞ്ഞ് യുദ്ധമെല്ലാം കഴിഞ്ഞു. ഏകദേശം യുധിഷ്ഠിരൻ ചക്രവർത്തിയായി, ധർമ്മരാജൻ ചക്രവർത്തിയായി ഭഗവാനും നന്ദി പറഞ്ഞ് തിരിച്ച് ദ്വാരകയിലേക്ക് പോവുക. കാരണം ദ്വാരക വിട്ടു വന്ന് അനേകം വർഷങ്ങളായി ഭഗവാൻ. പാണ്ഡവരുടെ കൂടെ തന്നെ മഹാഭാരതത്തിൽ അതിസുന്ദരമായ ഒരു ശ്ലോകമുണ്ട്. ശ്രീകൃഷ്ണപദരാമി. സമുദ്രം തിരമാലകൾ ഉത്പാദിപ്പിക്കുന്നത് മറക്കാം, സൂര്യൻ തന്റെ കിരണങ്ങളെ മറക്കാം, പൂക്കൾക്ക് സുഗന്ധമില്ലാതെ ആയേക്കാം. പക്ഷേ അർജുനനെ സംരക്ഷിക്കുന്നത് ഭഗവാൻ ഒരിക്കലും കൈവിടുകയില്ല എന്ന് ശ്ലോകം. അതേപോലെ രാമായണത്തിൽ ഒരു സുന്ദരമായ ശ്ലോകം, ഞാൻ അങ്ങയുടേതാണ് എന്ന് ഒരു ഭക്തൻ രാമന്റെ മുമ്പേ ഒരു തവണ പറഞ്ഞ് ശരണം പ്രാപിച്ചാൽ ജന്മജന്മാന്തരം അവനെ രക്ഷിക്കേണ്ട കർത്തവ്യം രാമന്റെതാണ്. ഒരു തവണ ഒരു ഭക്തൻ രാമന്റെ മുമ്പേ ചെന്ന് ഞാൻ അങ്ങയുടെ ദാസനാണ് എന്ന് ഒരു തവണ പറഞ്ഞാൽ എത്ര കാലമുണ്ടെങ്കിലും അദ്ദേഹത്തിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ശ്രീരാമന്റെയാണ് രാമായണം പറയുന്നത്. അങ്ങനെ പാണ്ഡവർ ദുഃഖത്തിലായപ്പോൾ, സങ്കടത്തിലായപ്പോൾ ഭഗവാൻ ദ്വാരക വിട്ട് ഹസ്തിനാപുരം വന്നത് അനേകം വർഷമായി. ഇപ്പൊ ഭഗവാൻ തിരിച്ചു പോകെ. പക്ഷേ ഈ അശ്വത്ഥാമ ശാപവും കിട്ടി, ശിക്ഷയും കിട്ടി, രോഗം ബാധിച്ച്, കുഷ്ഠരോഗം ബാധിച്ച് അലഞ്ഞ് നടക്കുന്ന അശ്വത്ഥാമ അവന്റെ ഹൃദയത്തിനുണ്ടായിരുന്ന ആ ഒരു അസൂയയും അഹങ്കാരവും മാത്രം മാറിയില്ല. രണ്ടാമത്തെ തവണ ബ്രഹ്മാസ്ത്രം ഉത്തരയുടെ ഗർഭത്തിൽ, അതായത് ഉത്തരയുടെ ഗർഭത്തിലാണ് പാണ്ഡവരുടെ അവസാനത്തെ ബീജം പരീക്ഷിച്ച് രാജാവ് വളരുന്നത്.
വീണ്ടും ബ്രഹ്മാസ്ത്രം ഉത്തരയുടെ ഗർഭത്തിൽ അയച്ചു. രണ്ടാമത്തെ തവണ ഉത്തര രണ്ട് കൈകൾ കൃഷ്ണ ഭഗവാൻ എല്ലാവരിടത്തും മധുരമായ വാക്കുകൾ സംസാരിച്ച് ദ്വാരകയിലേക്ക് തിരിച്ചു പോകാൻ ഹസ്തിനാപുരത്തിൽ ഒരു കാല് ഭൂമിയിലും ഇനിയൊരു കാല് രഥത്തിലും വച്ച് കയറാൻ പോകുന്ന ഒരു നിമിഷം ഉത്തര ഓടി വന്നു. പാഹി പാഹി മഹായോഗി ദേവദേവ ജഗത്പതേ നാദ്യത്വം അഭയം പശ്യേയം പ്രകൃത്യോ പരസ്പരം. എനിക്ക് വേറെ അഭയമില്ല, പാഹി പാഹി ഭഗവാനെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അടുത്ത ക്ഷണം ഭഗവാൻ ഒരു കയ്യിൽ വിരലിന്റെ രൂപത്തിൽ ചുരുങ്ങുകയും ഉത്തരയുടെ ഗർഭത്തിനകത്ത് പ്രവേശിക്കുകയും ആ ബ്രഹ്മാസ്ത്രത്തിനെ തടയുകയും ചെയ്തു. അന്നു മുതൽ മഹാഭാരതം പറയുന്നു, ഉത്തരയ്ക്കും ഭഗവാന്റെ അമ്മയാകാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. ദേവകി ഭഗവാനെ ചുമന്നുകൊണ്ട് അമ്മയായി, യശോദ ഭഗവാനെ ചുമന്നുകൊണ്ട് അമ്മയായി. ഒരു ക്ഷണനേരം ഉത്തരയും കൃഷ്ണ ഭഗവാനെ ഗർഭത്തിൽ ചുമന്നതുകൊണ്ട് ഉത്തരയ്ക്കും അമ്മയുടെ സ്ഥാനം കിട്ടി. ഗർഭത്തിനകത്തുണ്ടായിരുന്ന പരീക്ഷയ്ക്ക് അകത്ത് വെച്ച് തന്നെ ഭഗവാന്റെ ദർശനവും ലഭിച്ചു. ഇതിൽ കൂടുതൽ എന്ത് ശാപം കൊടുക്കാനാണ്? അശ്വത്ഥാമ എല്ലാ രോഗവും ബാധിച്ച് അലഞ്ഞു കിടക്കുമെന്ന് ശപിച്ചിട്ട് വീണ്ടും അതേ തെറ്റ് ചെയ്തു. അശ്വത്ഥാമ ഭഗവാൻ പറഞ്ഞു, നിനക്ക് മാപ്പേയില്ല, നീ ഓരോ നിമിഷവും മരണം യാചിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇത്രയും വേദനയോട് ജീവിക്കേണ്ടതാണ് നിന്റെ ശാപം. നിനക്ക് ഋഷിമാരോ മുനിമാരോ ബ്രാഹ്മണരോ ആരും അഭയം തരത്തില്ല. ഈ ശാപത്തിന് വേറെ പോവഴിയും ഇല്ല, പ്രായശ്ചിത്തവും ഇല്ല. കലിയുഗത്തിന്റെ അവസാന ദിവസം വരെ നരകിച്ച് വേദന അനുഭവിക്കുമെന്ന് ഭഗവാൻ ഒരിക്കൽ കൂടെ അശ്വത്ഥാമാവിനെ ശപിച്ചു. അപ്പൊ ഈ മുഴുവൻ കഥയും മഹാഭാരതത്തിൽ ഒറ്റ വരിയിൽ നിന്നാണ് ഉത്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടത്. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഭൗതിക ലോകത്തിൽ എന്ത് അനുഗ്രഹം ലഭിച്ചാലും വിവാഹം എന്ന് പറയുന്ന ഒരു അനുഗ്രഹം, ഗ്രഹം എന്ന് പറയുന്ന അനുഗ്രഹം, സന്താനങ്ങൾ, സമ്പത്ത്, ഇതോടൊപ്പം കൃഷ്ണഭക്തി എന്ന് പറയുന്ന അനുഗ്രഹം, ഇതിൽ ഏത് അനുഗ്രഹം ഉണ്ടെങ്കിലും ആ അനുഗ്രഹത്തോട് നമുക്കൊരു ഉത്തരവാദിത്വവും ഉണ്ട്. വീട്ടില് കുടുംബാംഗങ്ങളോടുള്ള ഉത്തരവാദിത്വം, സമൂഹത്തിനോടുള്ള ഉത്തരവാദിത്വം, മറ്റു ജനതയോടുള്ള ഒരു ഉത്തരവാദിത്വം. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നാളത്തെ മാതൃകയാണ്. നമ്മൾ ചെയ്യാത്തതായി ഒഴിവാക്കുന്ന പ്രവൃത്തികളും നാളത്തെ ഒരു മാതൃകയാണ്. ഹരേ കൃഷ്ണ. ശിവഗോപാലി. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ചോദ്യമോ സംശയമോ